തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. പത്മജയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റിയത് സുരേഷ് ഗോപിയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെ വടകരയിൽ നിന്ന് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തി. തൃശൂരിൽ ബന്ധുബലമുള്ള മുരളീധരൻ ഹിന്ദു വോട്ടുകളും അധികം പിടിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് സുരേഷ് ഗോപിയുടെ സാധ്യതകൾക്കാണ് മങ്ങലേൽപ്പിക്കുന്നത്. പത്മജയെ മറുകണ്ഠം ചാടിച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിയാണെങ്കിൽ സ്വയം കുഴികുഴിച്ചു എന്ന് വേണം പറയേണ്ടത്. എന്തായാലും തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് പഴയ ആത്മവിശ്വാസമില്ലെന്നാണ് പിന്നാമ്പുറ സംസാരം. സ്വയം ഒരു കാരണവർ ഇമേജ് സൃഷ്ടിച്ചിട്ടുള്ളയാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം വോട്ടർമാരെ പ്രജകളെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ചുള്ളിക്കാട് സുരേഷ് ഗോപിയെ പൊളിച്ചടുക്കിയത്. ചുള്ളിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെ: പൗരന്മാരായി മാറിയവരാണ് നമ്മൾ. നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം. ഈ പൗരത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകളെന്ന് വിളിക്കുന്നു. ഈ ഒരു സന്ദർഭം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിന്റെ വെളിപാടാണ്. തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റുമെന്ന ഭീഷണിയാണ്. തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ് പ്രജ എന്നുള്ളത്. വോട്ടർമാരെ കാണാൻ പോകുന്നു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് പ്രജകളെ കാണാൻ പോകുന്നു എന്നാണ്. വോട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് പ്രജകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. പണ്ട് നമ്മൾ രാജാവും പ്രജകളുമായിരുന്നു. അന്ന് പ്രജകളായിരുന്നു നമ്മൾ. നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി. നൂറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ, തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ്. വീണ്ടും പ്രജകളാക്കി മാറ്റുമെന്ന ഭീഷണിയാണത്. ആ ഭീഷണി നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ചുള്ളിക്കാട് തുറന്നടിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചയാളാണ് സുരേഷ് ഗോപി. ആര് എതിർ സ്ഥാനാർത്ഥിയായി വന്നാലും താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. പഴയ ആത്മവിശ്വാസം ചോർന്നുപോയ തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം. തിരഞ്ഞെടുപ്പ് സന്ദർശനത്തിനെത്തിയപ്പോൾ ആള് കുറഞ്ഞതിൽ പ്രവർത്തകരോട് ക്ഷുഭിതനായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിലാണ് സുരേഷ് ഗോപി ബി.ജെ.പി. പ്രവർത്തകരോട് കയർത്തത്. സന്ദർശനത്തിനെത്തിയപ്പോൾ ആള് കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതുമാണ് പ്രകോപനത്തിന് കാരണമായത്. നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാർ ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നുണ്ട്. ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ വൻ മുന്നേറ്റം നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. 17.5% വർധനവോടെ 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലത്തിൽ താമര വിരിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. എന്നാൽ നിലവിൽ തൃശൂരിൽ ബി.ജെ.പിയുടെ നില പരുങ്ങലിലാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.